ഇയ്യോബ് അധ്യായം 1. ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന് പേരുള്ളൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ പൂർണ്ണനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ആയിരുന്നു. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ജനിച്ചു. അവന് 7000 ആടും 3000 ഒട്ടകവും 500 ഏർക്കാളയും 500 പെൺകഴുതകളുമായ മൃഗസമ്പത്തും വളരെയേറെ ദാസന്മാരും ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ സകല പൂർവ ദിഗ്വാസികളിലും മഹാനായിരുന്നു. അവന്റെ പുത്രന്മാർ ഓരോരുവൻ താന്താന്റെ ദിവസത്തിൽ താന്താന്റെ വീട്ടിൽ വിരുന്ന് കഴിക്കുകയും തങ്ങളോടുകൂടെ ഭക്ഷിച്ച് പാനം ചെയ്യുവാൻ തങ്ങളുടെ 3 സഹോദരിമാരെയും ആളയച്ച് വിളിപ്പിക്കുകയും ചെയ്യുക പതിവായിരുന്നു. എന്നാൽ വിരുന്നു നാളുകൾ വട്ടം തികയുമ്പോൾ ഇയ്യോബ്, പക്ഷേ എൻ്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കും എന്ന് പറഞ്ഞ് ആളയച്ച് അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും അതിരാവിലെ എഴുന്നേറ്റ മനുഷ്യരുടെ സംഖ്യാനുസരണം ഹോമയാഗങ്ങൾ കഴിക്കുകയും ചെയ്യും. ഇങ്ങനെ ഇയ്യോബ് എല്ലായ്പ്പോഴും ചെയ്തു പോന്നു. ഒരു ദിവസം ദൈവപുത്രന്മാർ കർത്തൃസന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു. സാത്താനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ദൈവം ചോദിച്ചതിന് സാത്താൻ തന്നോട്, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവ് സാത്താനോട്, എൻ്റെ ദാസനായ ഇയ്യോബിന്മേൽ നീ ദൃഷ്ടി വച്ചുവോ? അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ല എന്ന് അരുളി ചെയ്തു. അതിന് സാത്താൻ കർത്താവിനോട്, വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്? നീ അവൻ്റെയും അവൻ്റെ ഭവനത്തിൻ്റെയും അവൻ്റെ മക്കളുടെയും എല്ലാ സ്ഥലത്തും അവനുള്ള സകലത്തിൻ്റെയും മേൽ നിന്റെ കൈ ആവസിപ്പിച്ചിരിക്കുകയാണല്ലോ. നീ അവൻ്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു. അവൻ്റെ മൃഗസമ്പത്ത് ദേശത്ത് വർദ്ധിപ്പിച്ചിരിക്കുന്നു. തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെയും ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്ത് നോക്കി ദുഷിക്കും എന്ന് ഉത്തരം പറഞ്ഞു. ദൈവം സാത്താനോട്, ഇതാ അവനുള്ളതെല്ലാം നിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവൻ്റെ മേൽ മാത്രം കയ്യേറ്റം ചെയ്യരുതെന്ന് കൽപ്പിച്ചു. അങ്ങനെ സാത്താൻ ദൈവസന്നിധി വിട്ടു പുറപ്പെട്ടു പോയി. ഒരു ദിവസം ഇയ്യോബിൻ്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ജ്യേഷ്ഠൻ്റെ വീട്ടിൽ ഭക്ഷിക്കുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൂതൻ ഇയ്യോബിൻ്റെ അടുക്കൽ വന്ന് അവനോട് കാളകളെ പൂട്ടുകയും പെൺകഴുതകൾ അരികെ മേഞ്ഞുകൊണ്ടിരിക്കുകയും ആയിരുന്നു. പെട്ടെന്ന് മോഷ്ടാക്കൾ വന്ന് അവയെ പിടിച്ചു കൊണ്ടുപോകുകയും വേലക്കാരെ വാളാൽ വെട്ടി കൊല്ലുകയും ചെയ്തു. വിവരം നിന്നെ അറിയിക്കുവാൻ ഞാൻ ഒരുവൻ മാത്രം വഴുതിപ്പോന്നു എന്ന് പറഞ്ഞു. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരുവൻ വന്നു. ദൈവത്തിൻ്റെ തീ ആകാശത്ത് നിന്ന് വീണു കത്തി ആടുകളും വേലക്കാരും അതിന് ഇരയായിപ്പോയി. വിവരം നിന്നെ അറിയിക്കുവാൻ ഞാൻ ഒരുവൻ മാത്രം വഴുതിപ്പോന്നു എന്ന് പറഞ്ഞു.
അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരുവൻ വന്നു. പെട്ടെന്ന് കൽദയർ 3 കൂട്ടമായി വന്ന് ഒട്ടകങ്ങളെ പിടിച്ചു കൊണ്ടുപോകുകയും വേലക്കാരെ വാളിനിരയാക്കുകയും ചെയ്തു. വിവരം നിന്നെ അറിയിക്കുവാൻ ഞാൻ ഒരുവൻ മാത്രം വഴുതിപ്പോന്നു എന്ന് പറഞ്ഞു. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരുവൻ വന്നു. നിന്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ജ്യേഷ്ഠന്റെ വീട്ടിൽ ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് മരുഭൂമിയിൽ നിന്ന് ഒരു കൊടുങ്കാറ്റ് വന്നു വീടിന്റെ 4 മൂലയ്ക്കും അടിച്ചു. അത് യുവാക്കളുടെ മേൽ വീണു. അവർ മരിച്ചുപോയി. വിവരം നിന്നെ അറിയിക്കുവാൻ ഞാൻ ഒരുവൻ മാത്രം വഴുതിപ്പോന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇയ്യോബ് എഴുന്നേറ്റ് വസ്ത്രം കീറി തല മുണ്ഡനം ചെയ്ത് നിലത്ത് വീണ് നമസ്കരിച്ചു. നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഇതിലൊന്നിലും ഇയ്യോബ് പാപം ചെയ്യുകയോ ദൈവദൂഷണം പറയുകയോ ചെയ്തിട്ടില്ല. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ.